അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രഹസ്യ പരസ്യങ്ങളിലും സദാ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും അവനെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ ജനങ്ങളും അങ്ങേയറ്റത്തെ ഭയത്തിലും ആശങ്കയിലും കഴിച്ചു കൂട്ടുന്ന ഒരു യുദ്ധാന്തരീക്ഷത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പരിശുദ്ധ റമദാനും ഈ വെള്ളിയാഴ്ച ചുമയെല്ലാം നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഒരു നാടിൻ്റെ പരമാധികാരത്തിൽ അതിക്രമിച്ച് കയറി അവിടുത്തെ ഭരണാധികാരിയെ കൊലപ്പെടുത്തി നാട് മുഴുവനും കലാപകലുഷിതമാക്കുന്നതിനൊരു പ്രത്യേക കാരണമൊന്നും ഇത്രയും അധികം നിരപരാധികളെ കൊന്നൊടുക്കുന്നതിന് പറയാനില്ല എന്നുള്ളതാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും എന്തൊരു കാരണത്തിന് വേണ്ടിയാണ് ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നത് എന്നതിന് യാതൊരു വിശദീകരണവും നൽകപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഒരു ഖുദ്സിയായ ഹദീസിൽ, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി, അക്രമം ചെയ്യാന്നുള്ളത് ഞാൻ എനിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഞാൻ ഒരാളോടും അനീതിയോ അക്രമവും ചെയ്യുകയില്ല, അതെൻ്റെ ഒരു തീരുമാനമാണെന്ന് അള്ളാഹു പറയുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, വജഅൽതുഹു ബൈനക്കും മുഹറമൻ ഫലാ തദാലമു, നിങ്ങൾക്കും മറ്റൊരാളോട് അനീതി ചെയ്യുന്നതും അക്രമം ചെയ്യുന്നതും ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നത് കൊണ്ട് ഫലാ തദാലമു, നിങ്ങൾ ഒരാളോടും അന്യോന്യം അക്രമം ചെയ്യാൻ പാടില്ല. തീർച്ചയായും നീതിപൂർവകമായ ഒരു തീരുമാനം, പ്രത്യക്ഷമായോ പരോക്ഷമായോ നാം ആരോട് ചെയ്യുന്ന അനീതിയുടെയും അതിൻ്റെ വില കൊടുത്തു മാത്രമേ മനുഷ്യന് അള്ളാഹുവിൻ്റെ മുമ്പിലൂടെ കടന്നു പോകാൻ സാധ്യമാവുകയുള്ളൂ. ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹ, നിങ്ങൾ ഓരോരുത്തരോടുമുള്ള കടമകളെയും ബാധ്യതകളെയും നിങ്ങൾ നിർവഹിക്കണം. അന്ത്യനാളിൽ ഹത്താ യുഖാദ ലിശ്ശാത്തിൽ ജൽഹാ മിനശ്ശാത്തിൽ ഖർനാ,
കൊമ്പില്ലാത്തൊരാടിനെ കൊമ്പുള്ള ഒരാട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു ചെയ്യാൻ അവസരം കൊടുക്കാൻ പരലോകത്തൊരു അവസരം സൃഷ്ടിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് ഈ അനീതി ചെയ്യപ്പെട്ട ഒന്നും അറിയാത്ത എത്രയോ കുഞ്ഞുങ്ങളാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോകുന്നത്. എന്തൊരു അരക്ഷിതാവസ്ഥയാണ്. ഒരാളുടെ ഒരു വാട്സപ്പ് സന്ദേശമുണ്ടായിരുന്നു, ഇത്തരം ഒരു യുദ്ധ പശ്ചാത്തലമുള്ള സ്ഥലത്ത് 3 ദിവസമായി ഉറങ്ങിയിട്ട് 3 ദിവസം ഉറങ്ങാതിരിക്കാൻ, ആകാശത്ത് എന്ത് സംഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ജനകോടികൾ ആശങ്കയിലാകുന്ന ഇതിന് എന്തൊരു ന്യായമാണുള്ളത്. മാത്രവുമല്ല, ഇനിയിപ്പോൾ അറേബ്യൻ നാട് GCC കൺട്രീസിലാണെങ്കിലും അവിടെയൊന്നും ഇന്നത്തെ ഈ യുദ്ധ സാഹചര്യം ഉണ്ടാക്കുന്നതിന് അവർക്കും ഒരു പ്രത്യേക ന്യായമൊന്നും അതിന് പിന്നിലുള്ള ആളുകൾക്കും പറയാനുള്ളത്. അതുകൊണ്ട് അന്യായമായുള്ള ഈ അക്രമങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന, നോമ്പ് തുറക്കുന്ന സന്ദർഭങ്ങൾ, രാത്രിയുടെ ഏകാന്തതകളിലൊക്കെ ഈ നിർഭയത്വത്തിനും സ്വലോക സമാധാനത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മെല്ലാം ബാധിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അതായത് വിലക്കയറ്റവും ലോക പ്രതിസന്ധികളും ഏതെങ്കിലും ഒരു പൗരനിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് വിചാരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ ആശങ്കയോടെ കാണുകയും ആത്മാർത്ഥമായി ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ലോകത്ത് വീണ്ടും ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുവാനും നിർഭയത്വത്തോട് ജീവിക്കുവാനൊരു സാഹചര്യവും ഈ യുദ്ധക്കെടുതിയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. മഹത്തായ കാര്യങ്ങളെ, നമ്മുടെ റമദാനിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെയും അതേപോലെ തന്നെ റമദാനിൻ്റെയും ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, ബദർ യുദ്ധം നടന്നത് ഈ റമദാനിലാണ് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്ദേശം ബദർ യുദ്ധത്തിൽ ഉള്ളത് കൊണ്ടാണല്ലോ അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിലും അതേപോലെ സൂറത്ത് ആലിംറാനിലും ഒക്കെ ഈ ബദർ യുദ്ധത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ വളരെ ഒരു കഴിവുമില്ലാത്ത ആളുകളാകുന്ന സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം, ലഅല്ലക്കും തഷ്കുറുൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാമെന്ന്. അതായത് മദീനയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ്റെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഖുറൈശികൾ ഉണ്ടാക്കിയ ഒരു കച്ചവട സംഘത്തെ തടുക്കാൻ വേണ്ടി വെറും 70 ഒട്ടകങ്ങളുമായി ഒരു യുദ്ധസന്നാഹങ്ങളും ഇല്ലാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുന്നത്. എന്നാൽ ആയിരക്കണക്കിന് സൈന്യങ്ങളുമായി ഏറ്റവും ശക്തമായ തയ്യാറെടുപ്പോടുകൂടെയാണ് മക്കയിലെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ അതിനെ നേരിടാൻ വേണ്ടി വന്നത്. അതൊരു വലിയ യുദ്ധമായി പരിണമിക്കുമ്പോൾ ഒരുപക്ഷെ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ അപാരമായ സഹായം കൊണ്ട് അതിനെ അതിജീവിക്കുവാൻ വിശ്വാസികൾക്ക് സാധിച്ചു എന്നതാണ് ബദറിൻ്റെ ചരിത്രം. സത്യത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നിൽക്കുമ്പോൾ ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഒരു ത്യാഗസന്നദ്ധത എന്നുള്ളത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മുടെ സാമ്പത്തികമായ കഴിവ് അല്ലെങ്കിൽ ആരോഗ്യപരമായ സമയപരമായ എന്തെല്ലാം സാധ്യതകൾ നമുക്കുണ്ടോ അതിലൊക്കെ ഒരു ത്യാഗം, അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ഒരു ത്യാഗം നമ്മളൊക്കെ ഈ അള്ളാഹു അനുവദിച്ച് തന്ന ഈ ആയുസ്സിലിടക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഹദീസ് നിങ്ങൾ കേട്ട് നോക്കൂ. നിങ്ങൾ മൻ സറഹു അൻ യുബ്സത ലഹു ഫി റിസ്ഖിഹി ഔ യുൻസഅ ലഹു ഫി അസ്രിഹി ഫലിയഹ്സിൽ റഹ്മഹു. ആർക്കെങ്കിലും ആയുസ് നീട്ടിക്കിട്ടും, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് ആയുസ്, ആരോഗ്യത്തോടു കൂടെ ആയുസ് കിട്ടാനും അതേപോലെ ഉപജീവനത്തിൽ അഭിവൃദ്ധി കിട്ടാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ ചെയ്യേണ്ടത് ഫലിയഹ്സിൽ റഹ്മഹു എന്നാണ്. അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ. ഇപ്പോൾ വാപ്പാനോടും ഉമ്മാനോടും മക്കളോടും കുടുംബങ്ങളോടും ബന്ധുക്കളോടും ഒക്കെ നമ്മൾ ബന്ധം ചേർത്താൽ എങ്ങനെയാണ് നമ്മുടെ റിസ്ക് വർദ്ധിക്കുക, എങ്ങനെയാണ് നമുക്ക് ആയുസ് കിട്ടുക? അള്ളാഹു പറഞ്ഞ ദീനിൻ്റെ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. അതാണ് നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്തൊരു ത്യാഗം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നുവോ അതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരും. അതാണ് ഒരു വിശ്വാസിക്ക് ദീന് കൊണ്ടിടക്കുമ്പോൾ അവൻ്റെ ഒരു സമാധാനം. അതാണ് അപ്പോൾ അമ്മാമൻ നൽകുന്നവന് കൊടുക്കും. നൽകുന്നവൻ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ കൊടുക്കുക, അള്ളാഹിനെ സൂക്ഷിക്കാം, അള്ളാഹു പറഞ്ഞതൊക്കെ സത്യമായി അംഗീകരിച്ച് പ്രാവർത്തികമാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഫസനു യസ്സിറുൽ യുസ്ര, അവന് വളരെ സൗകര്യമുള്ള എളുപ്പമുള്ളൊരു ജീവിതം കൊടുക്കുന്ന. അപ്പോൾ സുഹൃത്തുക്കളെ, ഓടിക്കുഴങ്ങി ആകെ ഡെങ്ങേറായി അധ്വാനിച്ച് ബുദ്ധിമുട്ടുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ഇതിനെന്തൊരു അറ്റല്ലാത്തത്, ഇതിനെന്താ ഒരു റിസൾട്ട് ഇല്ലാത്തത്? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ പൊരുത്തവും തരുന്ന പടച്ചോനുമായുള്ളൊരു ബന്ധമുണ്ടല്ലോ, അതിനെക്കുറിച്ച് കൂടെ നമ്മളൊരു പുനർവിചനം നടത്തേണ്ടത്.
അപ്പോൾ നമ്മൾ എത്ര വലിയ ത്യാഗവും എത്ര വലിയ കഷ്ടപ്പാടും എത്ര വലിയ സഹനവുമാണ് നമ്മുടെ ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ഒരു ത്യാഗം, ഒരു ഉറക്കൊഴിക്കൽ, ഒരു അധ്വാനം, ഒരു തുക നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നൽകിയോ എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സന്നദ്ധതയെക്കുറിച്ച് ഖുർആൻ എപ്പോഴും പറയുന്നുണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ ത്യാഗത്തെ പരീക്ഷിക്കാതെ, നിങ്ങളിൽ നിന്നും ആരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നതെന്നും നോക്കാതെ നിങ്ങളെ കണ്ട് സ്വർഗത്തേക്ക് കടത്ത് വിടും നിങ്ങൾ വിചാരിക്കണ്ടോ? കുറച്ചൊരു കഷ്ടപ്പാടും ത്യാഗമൊക്കെ അള്ളാഹ് അനുവദിച്ച ആയുസ്സിലടക്കം അനുഭവിച്ചോൽക്കാണ് സ്വർഗം എന്നല്ലേ സുഹൃത്തുക്കളെ ഈ ആയത്തിൻ്റെ അർത്ഥം? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, സൽക്കർമ്മങ്ങളുമായി നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കും. നല്ല കാര്യങ്ങൾ പരമാവധി ചെയ്തിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടൂ. വജാഹിദൂ ഫീ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യും. എല്ലാ നന്മകളും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അള്ളാഹ് അത് എടുത്തു പറഞ്ഞു. കുറച്ച് നിങ്ങളൊരു കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി അനുഭവിക്കുമെന്ന്. സത്യത്തിൽ ഈ ബദർ യുദ്ധം നൽകുന്ന സന്ദേശം ഇതാണ്, സന്നദ്ധതയാണ്. അതായത് ഈ യുദ്ധ സാഹചര്യം വരുമ്പോൾ മദീനത്ത് സ്വഹാബികളൊക്കെ വിളിച്ചു ചേർത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശൂറ നടത്തുന്നുണ്ട്. ആ ശൂറയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു യുദ്ധത്തിന് സന്നദ്ധമാണോ എന്ന് നബി തൻ്റെ കൂടെയുള്ള അനുചരന്മാരോട് ചോദിക്കണം. അപ്പോൾ അവർ പറഞ്ഞ ആ സന്നദ്ധത ഉണ്ടല്ലോ, അവരാ മനസ്സിൻ്റെ ആ തയ്യാറെടുപ്പ് വരികയാണെങ്കിൽ നോക്കാന്നല്ല. എന്താണ്? ലൗ ഖുൽത ബിനാ ഹാദൽ ബഹർ ലഖുദ്നാഹു മഅ, നീ ഞങ്ങളെയും കൊണ്ട് പ്രവാചകർ ഈ കടലിലേക്ക് നമ്മളോട് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നിങ്ങളൊപ്പം കടലിൽ കണ്ട് ഇറങ്ങുന്നതാണ്. മാത്രമല്ല വലൗ ബലഗത ബിനാ ബർക്കൽ ഗിമാദ് മാ തഖല്ലഫ അൻക അഹദുൻ, മദീനയിലെ വല വിദൂരമായ എത്തിപ്പെടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ബർക്കുൽ ഗിമാദിലേക്ക് താങ്കൾ ഞങ്ങളെ കൂട്ടിപ്പോയാൽ ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടാകുമെന്നാണ്. എന്നിട്ട് സന്നദ്ധതയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ ചരിത്രം അവിടെ സഹാബത്ത് അനുസ്മരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ബനു ഇസ്രായേലിൽ പറഞ്ഞ ആ വർത്താനം ഞങ്ങൾ പറയിലാണ്. സുഹൃത്തുക്കൾ, ആ സംഭവം ഖുർആൻ നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട്. കാരണം സന്നദ്ധ അതെല്ലാം കൊടുത്തിട്ട് ഒന്നും ചെയ്യാതെ നിന്ന ബനു ഇസ്രായേലിക്ക് അള്ളാഹു കൊടുത്ത പണി അത് നമ്മൾ ഖുർആനിൽ നിന്ന് വായിക്കേണ്ട കാര്യമാണ്. ഈ അടിമത്തത്തിൽ നിന്ന് മോചിതരായി കടൽ കടന്ന് സുരക്ഷിതരായി പോയതിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്, എന്തറിയ, പരിശുദ്ധ ഭൂമി ജെറൂസലേം, പരിശുദ്ധ ഭൂമി ബൈത്തുൽ മുഖദ്ദസിൻ്റെ മണ്ണ് എന്താണ് അധീനപ്പെടുത്താൻ വേണ്ടി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവാൻ ബനു ഇസ്രായേലോട് പറയുന്നുണ്ട്. യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഭൂമിയിലേക്ക്, പരിശുദ്ധ ഭൂമിയിലേക്ക് കടക്കണം. അത് അല്ലാഹ് നിങ്ങൾക്ക് നിർബന്ധമായതാണ്. നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. നിങ്ങൾ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകണം എന്നാണ്. അവർ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഖാലൂ യാ മൂസാ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ വ ഇന്നാ ലൻ നദ്ഖുലഹാ ഹത്താ യഖ്റുജൂ മിൻഹാ ഫഇൻ യഖ്റുജൂ മിൻഹാ ഫഇന്നാ ദാഖിലൂൻ. മൂസേ, അവിടെ കുറച്ച് പോക്കിരിമാരുണ്ട്. ആ പോക്കിരിമാർ ആ നാട്ടിൽ നിന്ന് പോകാതെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇല്ല എന്നാണ്. അപ്പോൾ രണ്ടാൾക്കാർ, ഭക്തന്മാരായ രണ്ടാൾക്കാർ ഉപദേശിക്കുന്നുണ്ട്, നിങ്ങൾ മൂസാ നബി പറഞ്ഞത് കേട്ടോളിയും, അള്ളാഹുൽ തവക്കുലാക്കി പോയിക്കോളൂ എന്നൊക്കെയാണ്. അവരവസാനം മൂസാ നബി അലൈഹി സ്വലാം വല്ലാതെ അവരെ നിർബന്ധിച്ചപ്പോൾ അവർ തുറന്നു പറഞ്ഞു, ഖാലൂ യാ മൂസാ ഇന്നാ ലൻ നദ്ഖുലഹാ അബദാ മാദാമു ഫീഹാ, അവരവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. അതൊക്കെ സഹിക്ക സഹോദരങ്ങൾ. ആ സന്നദ്ധതയില്ലാത്ത മടിയന്മാരും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയില്ലാത്ത ആൾക്കാർ എന്താ പറഞ്ഞാൽ, ഫദ്ഹബ്, നീ പോയിക്കോ, നീ പോയി യുദ്ധം ചെയ്തോ, നീ പോവുക, അൻത വറബ്ബുക, നീയും നിന്റെ റബ്ബിനെ കൂട്ടി പോയിക്കോ. നിന്റെ റബ്ബല്ലേ യുദ്ധം ചെയ്യാൻ പറഞ്ഞ്, എന്നാ പടച്ചോനെയും കൂട്ടി നീ പോയിക്കോ. ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ്. ആ വർത്താനം ഞങ്ങൾ ഒരിക്കലും പ്രവാചകരെ നിങ്ങളോട് പറയില്ലെന്ന് സഹാബത്ത് ഈ സന്ദർഭത്തെ അനുസ്മരിക്കുന്നുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, അതിൻ്റെ അനന്തരഫലം എന്താ? നിങ്ങൾ വെറുതെ നിങ്ങൾ ആ കവാടം കടന്നാൽ മതി, നിങ്ങൾക്ക് വിജയം ഞാൻ തരാമെന്ന് അള്ളാഹ് പറഞ്ഞിട്ട് അവരണ്ട് തിരിഞ്ഞു നോക്കിയില്ല. അള്ളാഹു അവർക്ക് കൊടുത്ത ശിക്ഷ ഉണ്ട്. നമ്മൾ പേടിക്കണം സുഹൃത്തുക്കൾ.
എല്ലാ കഴിവും ആരോഗ്യ സൗകര്യമുള്ള ആൾക്കാർ ഈ ദീനിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ അവർക്ക് പള്ളിക്ക് പോകാൻ നേരമില്ല, സക്കാത്ത് കൊടുക്കാനൊരു മനസ്സില്ല, ഒരു നല്ല കാര്യത്തിൽ സഹകരിക്കുന്നില്ല, നാട്ടിലൊരു പള്ളി അടക്കുമ്പോൾ ആ പരിസരക്കൊത്തു ഒന്ന് പോയി നോക്കണില്ല. നമ്മളെ ദുനിയാവേറ്റ് ഇങ്ങനെ നടക്കുക. സുഹൃത്തുക്കൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു പുനർവിചിന്തനം ഈ ബദറിൻ്റെ സ്മരണകളിൽ, ഓർമ്മകളിൽ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ നമ്മുടെ പൂർവികന്മാരായ ആ മാതൃകാ പുരുഷന്മാരെ കുറിച്ച് ഓർക്കുന്ന ഈ റമദാൻ 17 കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേണ്ട ഒരു കാര്യമില്ല. അപ്പോഴും മനുഷ്യന്മാരെന്താ ചെയ്യണ കാര്യങ്ങൾ എന്താ ചെയ്യണത് സുഹൃത്തുക്കൾ? ഈ നോമ്പ് നോറ്റിട്ട് എന്ത് ചെയ്യാം, വലിയ ബിരിയാണി ചെമ്പൊക്കെ വെച്ചിട്ട് തിന്നുക. അതാ ത്യാഗം. ബദറിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അതാണ്. കുറേ പാട്ടും പാടി എല്ലാവരും പാടെ നിന്നിട്ട് അതാണ്. തിന്നാൻ പറ്റാത്ത സാധനമാണ് പന്നി മാംസം, തിന്നാൻ പറ്റാത്ത സാധനമാണ് ശവം. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ ബാബാ ഉഹില്ലല് ഗൈരില്ലാഹിബി, അല്ലല്ലാത്തവരുടെ പേരിൽ അറുത്ത് തിന്നാൻ പാടില്ലാണ്. ബദരീങ്ങളെ പേരിൽ അറുത്ത് തിന്നാൻ പറ്റും സുഹൃത്തുക്കളെ? അപ്പോൾ ബിസ്മി ചെല്ലുന്നതല്ല പ്രശ്നം. ആരുടെ പ്രീതിക്ക് വേണ്ടി, ആരുടെ കുരുത്തത്തിന് വേണ്ടി, ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അറുത്തുന്നുള്ള പ്രശ്നം. ഒരു വിശ്വാസിക്ക് തിന്നാൻ അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി അറുത്തത് മാത്രമേ തിന്നാൻ പറ്റൂ. ഇന്ന് നോമ്പിന് വേണ്ടി സാധാരണ അറുപതുകാർ അറുത്ത ഒരു കിലോ മാംസം ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചിട്ടില്ലേ സുഹൃത്തുക്കളെ? എന്താ ബദരീങ്ങൾ ആണ്ടിന് കിട്ടുന്ന അരക്കിലും ഉറച്ചുണ്ടാവുമല്ലോ. അതും ഇതും തമ്മിൽ എന്താ ആ വാങ്ങിയവൻ്റെ മനസ്സിൽ വ്യത്യാസം? ആ വാങ്ങിയവൻ്റെ മനസ്സിൽ വ്യത്യാസമുണ്ട്. ബദരീങ്ങൾ ആണ്ടിന് കിട്ടിയ ഇറച്ചിൻ്റെ ഒരു കഷ്ണം എടുത്തു വെക്കും, എന്നോ ഹോസ്റ്റലിൽ നിന്ന് വരാനിരിക്കുന്ന മോന് കൊടുക്കാൻ വേണ്ടി. എന്തിനാ അത്? ആ ഒരു കഷ്ണം ഒരു ബർക്കത്ത് കിട്ടും. ആ ബർക്കത്ത് ആരെ ബർക്കത്താ സുഹൃത്തുക്കളെ? ആ ബർക്കത്ത് ആരെ ബർക്കത്താ? ബദരീങ്ങളുടെ ബർക്കത്ത്. അത് പ്രതീക്ഷിച്ചാൽ ശിർക്കാണാവണം, ഗൗരവപരമാണ്. ഇതാണ് ഇപ്പോഴും ബദറിൻ്റെ ത്യാഗത്തിൻ്റെ ഓർമ്മകളിൽ ആൾക്കാർ ചെയ്യണം. തരും കുറച്ചും കൂടി ബിരിയാണി അടിച്ചു കയറ്റി കടന്നുറങ്ങുക എന്നുള്ളതാണ് ബദറിൻ്റെ ത്യാഗമായ ആളുകൾ മനസ്സിലാക്കുന്ന കാര്യം. എന്നാൽ ആ സന്നദ്ധതക്ക് അള്ളാഹു കൊടുത്ത സമ്മാനം സുഹൃത്തുക്കളെ നമുക്ക് കിട്ടും. ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നവൻ്റെ സമർപ്പണങ്ങളെ അള്ളാഹ് ഒരിക്കലും വെറുതെ ആക്കൂല. എങ്ങനെയൊക്കെയാണ് സഹായിച്ചു അതൊന്ന് ഉറക്കി. ബദറിൽ വന്ന ആൾക്കാരൊന്ന് ഉറക്കി, ആകെ പേടിച്ച് നിൽക്കുന്ന സമയമല്ലേ. ആ ഉറക്കം കണ്ണിമ്പി എല്ലാവരും ഉറങ്ങി, കയ്യിലുള്ള ആയുധങ്ങൾ താഴെ വീഴുന്ന രൂപത്തിൽ. ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉഷാറായി. ഇത് യോശിക്ക് മുന്നേ ആ സാമനത്ത് നിർഭയത്വത്തിന് വേണ്ടി നിങ്ങൾക്ക് തൂങ്ങി ഉറക്കം തന്നെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് തസ്ബീത്തുൽ ഖുലൂബ്, ഹൃദയങ്ങളെയൊക്കെ സ്ഥൈര്യത്തിൽ ഉറച്ച് ഒരു വല്ലാത്ത ധൈര്യം അള്ളാഹു ആ യുദ്ധത്തിന് അവർക്ക് നൽകിയതാണ്. അതേപോലെ ആയിരക്കണക്കിന് വന്ന ശത്രുക്കളെ നോക്കുമ്പോൾ അവിടെ കുറച്ച് ആളുള്ളൂ എന്ന് തോന്നുക. ആണ് അള്ളാഹു അവരെ കുറച്ചാക്കി കാണിച്ചു കൊടുത്തു. ഭയങ്കരമായ ആവേശം കിട്ടുന്ന രൂപത്തിലായിട്ടുണ്ടായിരുന്നു. മാത്രല്ല മലക്കുകൾ ഇറങ്ങി, ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫിൻ. ആയിരക്കണക്കിന് മലക്കുകൾ ആളുകളെ കഴുത്തും പേരുടെയൊക്കെ ഇങ്ങനെ അറ്റു വീണത് കാണുന്നതാണ്. ആരാന്നറിയില്ല. സഹാബത്ത് നേരിട്ട് കണ്ട കാഴ്ചകൾ യുദ്ധചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. മനസ്സിലായി എത്ര വലിയ സഹായമാണ് അള്ളാഹ് ചെയ്തത് സുഹൃത്തുക്കളെ. അവിടുത്തെ 70 പോക്കിരിമാർ, ഖുറൈശികളുടെ 70 ഇസ്ലാമിൻ്റെ ഏറ്റവും കഠിനമായ ശത്രുക്കൾ അവസാനിച്ചു. അവരുടെ ജീവിതം അവസാനിച്ചു. 70 ആളെ ബന്ധനസ്ഥരായി പിടിച്ചു. സത്യത്തിൽ ഇസ്ലാമിന് അസ്ഥിവാരമിട്ടൊരു യുദ്ധമായിരുന്നു. ഇന്നും ഇസ്ലാം പ്രതാപത്തോടെ നിലനിൽക്കുന്നതിന് ഹിജ്റ 2-ാം വർഷത്തിൽ നടന്ന യുദ്ധത്തിന് അതിലൊരു ആ സന്നദ്ധത, അന്ന് സഹാബത്ത് കാണിച്ച സന്നദ്ധതയുടെ ഫലം ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നാണ്. ഒരു മഴ പെയ്തപ്പോൾ കുറേ ജനാപത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കുളിച്ചു, അവരുടെ ഭൂമി ഉറച്ചു, ശത്രുക്കളുടെ ഭൂമി വഴുതാൻ തുടങ്ങി. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അള്ളാഹു ഒരു മഴ, യുദ്ധസമയത്തൊരു മഴ അള്ളാഹു പെയ്യിപ്പിച്ചു. എന്തെല്ലാം സഹായങ്ങളാണ് കൊടുത്ത് സുഹൃത്തുക്കൾ. അറിഞ്ഞ് മനസ്സ് തട്ടി അള്ളാഹു കൊടുക്കുന്ന ആൾക്കാരെ അള്ളാഹു സഹായിക്കും. ഒരു പിടി വാരിയിട്ട് റസൂലുള്ളാഹി എറിഞ്ഞില്ലേ, കണ്ണുകൾ അന്ധമായി, അവർ ഭിന്നിച്ചു, അവർക്ക് എവിടെയെന്ന് അറിയാൻ പറ്റണില്ല. ഒരു പിടി മണ്ണ്. അള്ളാഹുവിൻ്റെ സഹായങ്ങൾ എത്ര അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ ഉണ്ടാവും സുഹൃത്ത്. ഭയങ്കരമായ ജീവിതത്തിൻ്റെ ഒരു നിസ്സാരമായ കാര്യത്തിൽ പോലും അള്ളാഹിൻ്റെ ഒരു തൗഫീക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടും. രാവിലെ കടൻ്റെ ഷട്ടർ പൊന്തിക്കുമ്പോഴേ അള്ളാഹ് നമുക്കൊരു ബർക്കത്ത് തരാൻ വിചാരിച്ചാൽ ആ ബർക്കത്തിനോളം അന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു കാര്യം ഉണ്ടാവില്ല. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? അള്ളാഹുവിന് വേണ്ടി എന്ത് കൊടുത്തു സുഹൃത്തുക്കളെ? ഓരോ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ എൻ്റെ പടച്ചോന് വേണ്ടി ചെയ്ത ത്യാഗം എന്താണ്, എൻ്റെ ദീനിന് വേണ്ടി ചെയ്ത ത്യാഗം എന്താണെന്ന് ചോദിക്കും. മനസ്സരിഞ്ഞു നിൽക്കുന്ന ഈ റമദാനിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് തീരുമാനിക്കണം. ഒന്നരച്ചൊക്കെ നിങ്ങളുടെ സമ്പത്താണ് ഏറ്റവും മനുഷ്യൻ്റെ പ്രധാനം. അതിൽ ഈ സക്കാത്ത് കൊടുക്കുക സുഹൃത്തുക്കൾ. റമദാനിൽ കൊടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും നമ്മൾ സ്വതക്കാന്നാ പറഞ്ഞു. നമ്മുടെ വിശ്വാസത്തിൻ്റെ സത്യസന്ധത തെളിയിക്കാനുള്ളതാണ് സക്കാത്ത് കൊടുക്കാത്ത, നിസ്കരിക്കാത്ത ഒരാൾ ഒറ്റ ഒത്തി ഈ കക്ഷി നിസ്കരിക്കലില്ല എന്ന്
ഒരു മുസ്ലിമിനെ ചൂണ്ടി നിങ്ങളോടൊരാൾ പറഞ്ഞാൽ അയാളെ പറ്റി നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവുക? അതന്നെയാണ് സക്കാത്ത് കൊടുക്കാത്തവനെ കുറിച്ചുണ്ടാകേണ്ടത്. മതത്തിൽ നിങ്ങളുടെ കൂട്ടുകാരാവണമെങ്കിൽ എന്ത് വേണമെന്നറിയൂ? സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മറകിനോടത്തോനെ മറയിതോളം തന്നെ അത്ര പ്രധാനമാണ്. ഖുദ് മിൻ അംവാലിഹിം സ്വതക്ക, മറ്റവൻ്റെ അവകാശമാണ് സുഹൃത്തുക്കളെ. എത്രയോ സാധുക്കൾ, ഭർത്താവ് മരിച്ച വിധവകൾ, മിസ്കീന്മാർ, വീട്ടാനാകാത്ത കടത്തെക്കുറിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ഓരോ പൈസയാണ് നമ്മളൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത്. അതൊക്കെ ആ സമയത്തും സന്ദർഭത്തിലും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. യൗമ യുഹ്മാ അലൈഹ ഫീ നാരി ജഹന്നമ വതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും. കൊടുക്കാൻ ബാക്കിയുള്ള സമ്പത്ത് ചൂടാക്കിയിട്ട് നരകത്തിൽ എന്ത് ചെയ്യുന്നറിയും? ആ നരകത്തിൻ്റെ പാളികളെ കൊണ്ട് ഏറ്റവും മാംസളമായ ഭാഗത്ത് ചൂട് വെക്കുന്നതാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ കൊടുക്കേണ്ടത് എത്ര നിസ്സാരമായ ഒരു കാര്യമാണ്. പിന്നെ നാണയത്തിന് സക്കാത്തായി പണം 595 ഗ്രാം വെള്ളിയാണ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കുറച്ച് വില അധികം ഉണ്ട്. 1.5 ലക്ഷത്തോളം ഉറുപ്പ് വരും. ഒരു വർഷത്തിൽ അത്ര സേവ് ചെയ്യാൻ പറ്റുന്ന ആൾ എന്ത് ചെയ്യണം? അതിന് സക്കാത്ത് കൊടുക്കണം. നമ്മുടെ അക്കൗണ്ടൊക്കെ ഒന്ന് ബാലൻസ് നോക്കിയിട്ട് 2.5% കൊടുക്കും. ഒരു വിധമൊക്കെ വരുമാനമുള്ളവർക്കൊക്കെ ചെറിയൊരു വിഹിതം ഉണ്ടാവുള്ളൂ കൊടുക്കാൻ. ആ വിഹിതം നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ആഭരണം 10 പവനിലധികം ആരെത്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഉടമസ്ഥൻ ആരാണോ അവരാ സക്കാത്ത് എന്ത് ചെയ്യണം? ഇതൊക്കെ എന്താ പറയുക, പടച്ചോൻ പരമാവധി ഇളവാകുന്നത് വർഷത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി. ഒരു വർഷത്തിലൊക്കെ ഒരു കൊല്ലം തികയുമ്പോഴേ കൊടുക്കേണ്ടതുള്ളൂ. പിന്നെ നിസാബ് എത്തണം. എല്ലാറ്റിനും കൃഷിക്കൊരു നിസാബുണ്ട് അല്ലേ? 6 കിൻഡൽ 600 കിലോ അരിയുടെ വില എത്രയാണോ അത്ര വരുമ്പോഴാണ് ഒരു പ്രാവശ്യം തേങ്ങട്ടീൻ്റെ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാറ്റിനും ഒരു കണക്കുണ്ട്. പലതും ഒഴിവാക്കി അല്ലാഹു അല്ലേ? നമ്മളെ വീടിന് എത്ര ഉറുപ്പ് ഉണ്ടാവും സുഹൃത്തുക്കളെ? ഒരു 30 ലക്ഷം 40 ലക്ഷം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു 10 ലക്ഷമെങ്കിലും ഉണ്ടാവും ഒരു വീടിന്. അതിന് കൊടുക്കണ്ടേ? കൊടുക്കണം പറഞ്ഞാൽ നമ്മളെന്താ കാട്ടുക? നമ്മുടെ വണ്ടിക്ക്, വാഹനത്തിന് കോടികളുടെ വിലയുള്ള വാഹനം ഉപയോഗിക്കുന്നത്, അതിന് കൊടുക്കേണ്ട സക്കാത്ത്. മനസ്സിലായി? നമുക്കൊരു വാടക കെട്ടിട്ടുണ്ടെങ്കിൽ ആ വാടക കൊടുത്താൽ മതി, കെട്ടിടത്തിന് കൊടുക്കണ്ട. അള്ളാഹു എന്തൊക്കെ ഇളവ് ചെയ്തു അതൊക്കെ നിശ്ചയിച്ച് നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് നമ്മുടെ കച്ചവടത്തിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു 2% നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ സക്കാത്ത് കൊടുക്കാനുള്ള ഒരു സന്നദ്ധത ഫർളല്ലേ? ഞാൻ പറഞ്ഞാൽ അത് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ സദക്ക കൊടുത്താൽ മതി. മനസ്സിലായി? സദക്കനെ ഫർളിൻ്റെ കൂലില്ലല്ലോ. സദക്ക ഫർള് കൊടുത്തില്ലെങ്കിൽ നമ്മൾ അതിന് കണക്കും കൂടി പറയേണ്ടി വരും. അതേപോലെ തന്നെ നമ്മുടെ സന്നദ്ധത അറിയിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇസ്ലാമിക പ്രബോധനം, ദീനിൻ്റെ പ്രബോധനം. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് സുഹൃത്തുക്കൾ. വിശുദ്ധ ഖുർആനും ദീനും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംരംഭങ്ങൾ നമ്മുടെ നാടൊട്ടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ റമദാൻ പ്രഭാഷണങ്ങൾക്കൊക്കെ വന്നു ചേർന്ന് കേട്ടു പോകണത് ഖുർആൻ പഠിക്കാൻ. നമ്മളും അതിലൊക്കെ ഒരു പങ്കാളികളാകണം. ദീൻ പഠിക്കാനുള്ളൊരു മനസ്സ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഒരാൾക്ക് ഗുണം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മയ്യുരിദില്ലാഹു ബി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹ് ഖൈർ ഉദ്ദേശിച്ച ഒരാൾ എന്താ വെച്ചാൽ അവന് ദീന് പഠിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ വളരെ ഗൗരവത്തോടെ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് ദീനിൻ്റെ പഠനം. അതേപോലെ തന്നെ ദീനിൻ്റെ പ്രബോധനം, അള്ളാഹുവിൻ്റെ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് നമ്മളെല്ലാവരും കാണിക്കണം. ഇനിയൊക്കെ ഈ തീരുമാനങ്ങൾ അള്ളാഹുവിനും ദീനിനും വേണ്ടിയുള്ള ത്യാഗപൂർണമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇനി നമ്മൾ എന്ന് തീരുമാനിക്കും? വഹും യസ്തരിഹൂന ഫീഹ, ആ നരകത്തിൽ അവർ ആർത്ത് നിലവിളിച്ചു കൊണ്ടിരിക്കും. റബ്ബന അഖ്രിജ്ന, റബ്ബെ ഒന്ന് പുറത്ത് കിട്ടുണ്ട, നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ വേറൊരാളായി ഇങ്ങനെയൊന്നല്ല ഈ കര. ഇനി ഒന്ന് നരകത്തുനിന്ന് പുറത്തടന്ന് വരികയാണെങ്കിൽ ഞങ്ങൾ ജീവിതമൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി നന്നാക്കി ഒരു നല്ല മനുഷ്യനായി വരുന്നതാണ്. അപ്പം അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇന്ന് മനസ്സ് തട്ടിയാൽ നല്ലതാ സുഹൃത്തുക്കൾ. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള സമയം കിട്ടിയിട്ടുണ്ടല്ലോ. അതിനൊക്കെയുള്ള ആയുസ് ദുനിയാവിൽ കിട്ടിയില്ലേ? ആലോചിക്കാനും ചിന്തിക്കാനും പുനർവിചിന്തനത്തിനുമുള്ള സമയം ലഭിച്ചില്ലേ? വജാഅകുമുൻ നദീർ, താക്കീതുകാർ വന്നിരുന്നില്ലേ? ഫദൂഖൂ ഫമാ ലിദ്ദാലിമിൻ നസീർ. ഇന്നപ്പം ഞാൻ അനുഭവിക്കും. ഇനിയിപ്പം അനുഭവിക്കാനുള്ള സമയമാണ്, ഇപ്പം പുറത്തു പോകാനുള്ള സമയമല്ല. അതുകൊണ്ട് ഒരു സഹായിയും ഇവിടെ ഇല്ലെന്ന് പറയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സന്നദ്ധത, അള്ളാഹ് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക്, ആരോഗ്യത്തിനും സമ്പത്തിനും ജീവിതത്തിനും ഒരു സമർപ്പണം ആ ബദറിൻ്റെ ഓർമ്മയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ആ സന്നദ്ധത ഇഹലോകത്തും പരലോകത്തും വലിയ റിസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അള്ളാഹു നമ്മുടെ നന്മകളെ സ്വീകരിക്കുകയും കൂടുതൽ ദീനിന് വേണ്ടി സന്നദ്ധമാകാനും ജിഹാദ് ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുക. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഒരു സക്കാത്തിൻ്റെ വ്യവസ്ഥാപിതമായ സംവിധാനം നമ്മുടെ പള്ളിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആരോടും
നിങ്ങളുടെ സക്കാത്തിൻ്റെ എന്തെങ്കിലും ഒരു വിഹിതം പള്ളിയിൽ തരണം, ഈ സക്കാത്ത് സംരംഭത്തെ ഒന്ന് നിലനിർത്താൻ എന്ന് ഇതുവരെ ആരോടും പറയേണ്ടി വന്നിട്ടില്ലെന്നതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പള്ളിയിൽ നിസ്കരിക്കാൻ ആർക്കും നമ്മൾ മെസ്സേജ് അയക്കില്ലല്ലോ, ആർക്കും അയക്കില്ല. അതേപോലെ സക്കാത്ത് കൊടുക്കാനും ആർക്കും മെസ്സേജ് അയക്കലില്ല. അത് നമ്മുടെ ഒരു കടമയാണ്. മരിച്ചു പോകുമ്പോൾ നമ്മുടെ ഒരു കടമായിട്ട് അവിടെ കിടക്കും കൊടുക്കാത്ത പൈസ. അതുകൊണ്ട് കടക്കാരന് പൈസ കൊണ്ടേ കൊടുക്കണം, അതേ ബേജാറിൽ നമ്മൾ സക്കാത്തിൻ്റെ പൈസ കൊണ്ടുപോകും. പൈസ നമ്മൾക്ക് എന്താ ഒറ്റക്ക് കൊടുത്തിരുന്നത്, ഒന്നിച്ച് കൊടുക്കുമ്പോൾ അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ധാരാളം ആളുകൾ ഏകദേശം 1 ലക്ഷത്തോളം രൂപ ഇവിടുന്ന് പെൻഷനായി കൊടുക്കുന്നുണ്ട്. വിധവകൾക്ക്, വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രായമായ ആളുകൾക്കൊക്കെ നമ്മൾ അതിനൊരു സ്റ്റാഫ്, ഫുൾ ടൈമുള്ളൊരു സ്റ്റാഫ് പള്ളിയിൽ ആ ഓഫീസിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് എത്തുന്നു. കടം, ഇതൊക്കെ നമ്മൾ ഒരാൾ വിചാരിച്ച് നടക്കില്ല. കടത്തി കുടുങ്ങിയ ആളുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു വർഷത്തിൽ, ഒരു മാസത്തിൽ തന്നെ 1 ലക്ഷത്തോളം രൂപ ഒരു പെൻഷൻ നിലയ്ക്ക് സ്ഥിരമായിട്ട്, അതായത് ഈ മാസം 1000 രൂപ എനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ ഒരു പാവപ്പെട്ടവന് പറ്റുന്നൊരു സംവിധാനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചികിത്സകൾക്കും മറ്റു കാര്യങ്ങൾ. അതുപോലെ ഓർഫൻ കെയർ ഉണ്ട്. അത് സക്കാത്തുമായി ബന്ധപ്പെട്ടല്ല. ഒരു ഓർഫനെ സ്പോൺസർ ചെയ്യുന്ന ആൾക്ക് ആ കുട്ടികളുടെ തുക ആ കുട്ടിനെ വീട്ടിലെത്തിച്ചു കൊടുക്കും. അവർക്ക് സമയോചിതമായ ക്ലാസ്സുകളും അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണവും സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് നമുക്കും നമ്മുടെ സക്കാത്ത് ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ പള്ളിയിൽ ഏൽപ്പിക്കാവുന്നതാണ്. സക്കാത്തിൻ്റെ അർഹതപ്പെട്ട ആളുകൾ ആരാണോ അതിൻ്റെ ഷറ അനുസരിച്ച് അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് കണ്ടെത്തിച്ച് കൊണ്ടു കൊടുക്കുക എന്നുള്ളത് നമ്മൾ പരമാവധി സൂക്ഷ്മതയോടുകൂടിയാണ് ആ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് സാമൂഹികമായി നമ്മൾ നിർവഹിക്കേണ്ട കടമകളാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങളിൽ ശരിയായി ഇടപെടാനും അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിന്ന് പോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. രോഗങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് നീ രോഗശമനം പ്രദാനം ചെയ്യണമേ റഹ്മാൻ. ഈ റമദാനിൽ ഞങ്ങളോടൊപ്പം ഇല്ലാത്ത ഞങ്ങളെ വേർപെട്ടു പോയ ഞങ്ങളുടെ ബന്ധുക്കൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, അവിടെ എല്ലാവരുടെയും ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാം ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനം വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.